യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഫെബ്രുവരി 14 നാം വാലന്റൈൻസ് ഡേ ആചരിക്കുന്നു. ലോകം ഇത് പ്രണയദിനമായി കാണുമ്പോഴും കത്തോലിക്ക സഭയ്ക്ക് ഇത് ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാക്ഷിയായ വിശുദ്ധ വാലന്റൈൻ്റെ ഓർമ്മ ദിനം ആണ്. വിശുദ്ധ വാലന്റൈൻ ക്രിസ്തീയ വിശ്വാസത്തിനും വിവാഹത്തിനും വേണ്ടി ജീവൻ പോലും നൽകിയ രക്തസാക്ഷിയായിരുന്നു. വിവാഹം നിരോധിച്ചിരുന്ന കാലത്ത് സ്നേഹത്തിൽ ഒന്നാകാൻ ആഗ്രഹിച്ച ദമ്പതികൾക്ക് വിശുദ്ധ വാലന്റൈൻ രഹസ്യമായി വിവാഹം നടത്തിക്കൊടുത്തു. ഒടുവിൽ സ്നേഹത്തിൻ്റെ പേരിൽ ജീവൻ അർപ്പിക്കേണ്ടി വന്നു. പ്രണയം, സ്നേഹം ഒരു വികാരമല്ല, അതൊരു ത്യാഗമാണ്, ഉത്തരവാദിത്വമാണ്, പ്രതിബദ്ധതയാണ്. സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. യേശു തൻ്റെ ജീവൻ തന്നെ നമുക്കായി തന്നു. അതാണ് സ്നേഹം. സ്നേഹം സന്തോഷമുള്ളപ്പോൾ മാത്രം നിലനിൽക്കുന്നതല്ല. വേദനയിലും ക്ഷമയിലും ത്യാഗത്തിലുമാണ് സ്നേഹത്തിൻ്റെ സത്യസന്ധത തെളിഞ്ഞു കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക സഭ വിവാഹമെന്ന കൂദാശ എന്നത് സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെയെല്ലാം മരണം വരെ ഒന്നിച്ചു തരണം ചെയ്യണമെന്ന് പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും മക്കളും സഹോദരി സഹോദരന്മാരും പരസ്പരം സ്നേഹിച്ചു ജീവിക്കുന്നുണ്ടോ? നമ്മെ വേദനിപ്പിക്കുന്നവരോട് നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ സ്നേഹം ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമാണോ? വാലന്റൈൻസ് ഡേ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സ്നേഹത്തിൻ്റെ മഹത്വം പറയുന്നതിനേക്കാൾ ചെയ്യുന്നതിലാണ്. സ്നേഹം പിടിച്ചെടുക്കുന്നതല്ല, നൽകുന്നതാണ്. ദൈവസ്നേഹം മാത്രമാണ് ശാശ്വതം. നമ്മുടെ ഭവനങ്ങളും ബന്ധങ്ങളും ദൈവസ്നേഹം നിറഞ്ഞതാകാനും നാം ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാനും വേണ്ട കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ആമേൻ.